ചാനലുകളിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണ്. കോഴിക്കോട് ജില്ല മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ കുവൈത്ത് KMCCയുടെ വിവിധ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചു വരികയാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ബാക്കിയുള്ള 2-3 കമ്മിറ്റികളും കൂടി രൂപീകരിക്കാനുള്ള അജണ്ട വെച്ചിട്ട് ഇന്ന് യോഗം വിളിച്ചിരുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണത്തിനാണ് ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗം വിളിച്ചതും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പ്രവർത്തകർ തമ്മിലുണ്ടായ സ്വരച്ചേർച്ചയില്ലായ്മ ചില ബഹളങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. ബഹളം രൂക്ഷമായപ്പോൾ യോഗം നിർത്തിവെച്ച് ചർച്ചകൾക്ക് ശേഷം തുടരാമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. അതിനപ്പുറത്തേക്ക് കയ്യാങ്കളിയോ ആരെങ്കിലും ആക്രമിക്കലോ കയ്യേറ്റങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിമാർ റാബി ഹുസൈൻ തങ്ങളും അബ്ദുറഹ്മാൻ അൽദത്താനിയൊക്കെ ഉണ്ട്, ഞാനും ഇവിടെയുണ്ട്. ഞങ്ങളുടെ ശരീരമെല്ലാം വേണമെങ്കിൽ എല്ലാവർക്കും പരിശോധിക്കാം. ഒരു പോറലുമില്ല, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങള് സാന്നിധ്യത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ബഹളം വെക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് നടന്നിരുന്ന യോഗം ഞങ്ങൾ മാറ്റിവെക്കുകയും നിർത്തിവെക്കാൻ പറയുകയും നിർത്തിവെച്ച് പുറത്തു വരികയാണ് ചെയ്തത്. മറ്റു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രവർത്തകർ തമ്മിൽ ഒരു കയ്യാങ്കളിയും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളോട് അവർ കാര്യങ്ങൾ പറഞ്ഞു എന്നതല്ലാതെ, 2 വിഭാഗവും ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു എന്നതല്ലാതെ ഒരാക്രമണ സ്വഭാവമോ ഒരു ധിക്കാരപരമായ സമീപനമോ ഒരു പ്രവർത്തകന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഏതായിരുന്നാലും യോഗത്തിൽ അച്ചടക്കലംഘനം ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടി പരിശോധിക്കുക തന്നെ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, പരിശോധിക്കും. ഞങ്ങൾക്ക് അച്ചടക്കം അധികാരം ഞങ്ങൾക്കില്ല. ഞങ്ങളത് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷന്റെ മുമ്പിൽ അവതരിപ്പിക്കും. പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്ന സമയത്ത് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ മാത്രമാണ് ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. പക്ഷെ അവിടെ വന്നിട്ടുള്ള നമ്മളതിൽ വീഡിയോ ഉൾപ്പെടെയുള്ള ഇതിൽ കാണാൻ പറ്റുന്നത് നിലവിലുള്ള ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകർ, ഇവരൊക്കെ അങ്ങോട്ട് കയറി വരുമെന്ന് പറഞ്ഞാൽ അതൊരു തികച്ചും എന്ന് പറഞ്ഞാൽ KMCC പോലെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെയുള്ള അച്ചടക്കം വളരെ നല്ല രീതിയിൽ കൊണ്ടുള്ള സംഘടനകൾക്ക് തീർത്തും ചേരാത്തൊരു കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അത് ഏത് രീതിയിലാണ്? തീർച്ചയായും ഞങ്ങളത് പരിശോധിക്കും. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വശങ്ങളും പരിശോധിക്കും. വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ജില്ലയിൽ പെടാത്ത ആരൊക്കെ അവിടെ പങ്കെടുത്തിട്ടുണ്ട്, ബഹളത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കും. അത് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തികഞ്ഞ അച്ചടക്ക ലംഘനം തന്നെയാണ്. അതിന് പാർട്ടി എടുക്കുന്ന നടപടികൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഇതിപ്പോ ഒരു ആദ്യമായിട്ടുണ്ടാവുന്ന ഒരു സംഭവമല്ല. കാരണം KMCCയുടെ ഈ പുതിയ കമ്മിറ്റി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഇഫ്താർ സമ്മേളനത്തിൽ വലിയൊരു ജനാവലിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ജനറൽ സെക്രട്ടറി, അതായത് കേന്ദ്ര പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്ക് തട്ടിപ്പറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് KMCCയുടെ ഓഫീസിൽ വെച്ചുകൊണ്ട് മുൻ പ്രസിഡന്റിന്റെ, ഇപ്പോഴത്തെ നിലവിലുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു തുടർച്ചയായിട്ടൊരു അച്ചടക്ക നടപടികൾ ലംഘനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും KMCC പ്രവർത്തകർ കിട്ടുന്ന വീഡിയോ തന്നെയാണ്. അതിൽ സലാം സാഹിബ് പോലും എന്ന് പറഞ്ഞാൽ വളരെ രോഷത്തോട് കൂടിയിട്ട് പെരുമാറുന്ന വീഡിയോ ആണ് കിട്ടുന്നത്. അപ്പോൾ പ്രവർത്തകർക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആളുകൾ സംസാരിക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള നടപടികൾ എടുത്ത ആളുകൾക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അവർ പാർട്ടിയിൽ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത്. അത് എങ്ങനെ ഇതിനെ വളരെ ഇത് മുഴുവൻ നിങ്ങൾ പറയുന്ന ഒക്കെ ഒറ്റ കാര്യം തന്നെയാണ്. ഇത്തരം അച്ചടക്ക ലംഘനങ്ങളെ കുറിച്ചൊക്കെ പരിശോധിക്കാനും ഇവിടെ നിന്ന് പരാതികൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ചില്ലറ, അത്ര ഗൗരവമായിട്ടൊന്നുമില്ലെങ്കിലും ചില പരാതികളൊക്കെ പാർട്ടി കിട്ടിയിട്ടുണ്ട്. അതുകൂടി പരിശോധിക്കാനാണ് ഞങ്ങൾ 3 പേരെയും ബഹുമാനപ്പെട്ട തങ്ങൾ അവർ ഈ ദൗത്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയത്. ഈ ബാക്കിയുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുകയും ഇവിടെ നടന്ന അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് ഞങ്ങളെ ലക്ഷ്യം. ഞങ്ങൾ അതിനാണ് നിയോഗിച്ചത്, അതിനുവേണ്ടിയാണ് വന്നത്. ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കും. മുസ്ലിം ലീഗ് അച്ചടക്കത്തിന് പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ്. അതനുസരിച്ച് തന്നെ എല്ലാവിധ അച്ചടക്ക ലംഘനങ്ങളും ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഒറ്റ ചോദ്യം കൂടെ, അതായത് ഒരു സാധാരണ പ്രവർത്തകരാണെങ്കിൽ ഇസ്ലാം സാഹിബ് നമുക്കത് ഒരു അന്വേഷണത്തിന് വിധേയമായത് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോലും എന്താ പറയുക വേദിയിൽ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് എല്ലാ വശങ്ങളും പരിശോധിക്കും. ആര് ചെയ്തു, എന്തിന് വീഡിയോസ് ഉണ്ടല്ലോ ധാരാളം. അപ്പൊ അതുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം അതിന്റെ തീരുമാനങ്ങൾ എടുക്കും.
പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിൽ പാർട്ടി ശക്തമായ നടപടികളുമായി മുന്നോട്ട്. അപ്പൊ ഇനി ബാക്കിയുള്ള ഇപ്പം മലപ്പുറം അതുപോലെ തന്നെ കണ്ണൂർ കമ്മിറ്റികളിപ്പോ നിങ്ങളുടെ ഈ സന്ദർശനത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ അവസരത്തിൽ അല്ല, അവർക്ക് അത് പരിശോധിക്കുകയാണ്. ഞങ്ങൾ പരിശോധിച്ചു വരികയാണ് എല്ലാ കാര്യങ്ങളും. എല്ലാ ജില്ലകളും വരേണ്ടതുണ്ടല്ലോ, അത് എന്തായാലും വരുമല്ലോ. കഴിഞ്ഞ 2 മാസം മുമ്പാണ് രണ്ടത്താണ് സാഹിബ് ഇവിടെ വരികയും ഈ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് പല നിർദ്ദേശങ്ങൾ നോക്കിയും അതിനുശേഷം ഒരു സ്റ്റേറ്റ് കമ്മിറ്റി പ്രഖ്യാപിച്ചു. മണ്ഡലം കമ്മിറ്റികള് കൃത്യമായ ഇലക്ഷൻ കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റിയുടെ ഇലക്ഷനാണ്. അതിനാണ് ഇപ്പം 10 കമ്മിറ്റികൾ വളരെ നല്ല രീതിയിൽ വന്നു. ഒരു 4 കമ്മിറ്റികളാണ് വരുന്നത്. അതിലാണ് ഇപ്പൊ നിങ്ങൾ 3-ലും വന്നിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ഈ ഒരാൾ രണ്ടത്താനി സാഹിബിനെ പോലെ വളരെ ചാതുര്യത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ കഴിവുള്ള ഒരാൾ പോലും വന്നിട്ട് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എല്ലാം പരിഹരിക്കാൻ. പക്ഷെ അദ്ദേഹം വന്നിട്ട് ഒരു മിനിറ്റ്, അദ്ദേഹം വന്നു മണ്ഡലം കമ്മിറ്റികളൊക്കെ ഉപയോഗിച്ചില്ല. നിങ്ങൾ പറഞ്ഞ പോലെ 10 ജില്ലാ കമ്മിറ്റികൾ വന്നില്ലേ? അതൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലേ? അതിന്റെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ 4 ജില്ലകളുണ്ട്. അതിനിടയ്ക്ക് നിങ്ങൾ സൂചിപ്പിച്ച ചില അച്ചടക്കണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്ന് പരിശോധിക്കാതെ കരുതി വന്നതാണ്. സ്വാഭാവികമായും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു പോഷക സംഘടനയിൽ ഉണ്ടാകുന്ന ധാരാളം മെമ്പർഷിപ്പുള്ള, ധാരാളം അംഗങ്ങളുള്ള, വിവിധ സ്വഭാവങ്ങളുള്ള, വിവിധ പ്രദേശത്തുനിന്ന് വരുന്ന അംഗങ്ങളല്ലേ? ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത് അച്ചടക്കത്തിന്റെ പരിധി ലംഘിക്കുമ്പോഴാണ് പാർട്ടിക്ക് ഇടപെടേണ്ടത്. എല്ലാത്തരത്തോളം കുഴപ്പമൊന്നുമില്ല. അല്ല, ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ വെക്കാൻ പറ്റും. വന്നാൽ തിരിച്ചു പോകണ്ടേ? ചിലപ്പോ നാളെ പോകും. വന്ന കാര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹാരം എന്താണ് എന്ന് തീരുമാനം എടുക്കാൻ പാർട്ടിക്ക് കഴിയും. അതിനിവിടെ ഒരാളെ ആവശ്യമില്ല. ഞങ്ങളത് പഠിച്ച് ചിലപ്പോ ഇന്ന് രാത്രി പോകും, അല്ലെങ്കിൽ നാളെ പോകും, അല്ലെങ്കിൽ മറ്റന്നാൾ പോകും. ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മാർഗങ്ങളും ഞങ്ങൾ പരിശോധിക്കും. പാർട്ടി നിങ്ങൾക്ക് ഏതായാലും പാർട്ടിയുടെ ഈ ഇത്തരം കാര്യങ്ങളിലുള്ള ഉത്കണ്ഠ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നല്ല രീതിയിൽ പാർട്ടി നടന്നു പോകണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പരമാവധി പാർട്ടി ശ്രമിക്കും. ദൈവാനുഗ്രഹം ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം.